എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആരിനിങ്ങനെ ഗുരുവായൂരിങ്ങനെ ഓരോ കടകളിലൊക്കെ നോക്കി അങ്ങ് നടക്കുവാണ്. അങ്ങനെ നടന്നു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു വിളി വന്ന് ബയ്യാന്നുള്ള. ആരിനെ തിരിഞ്ഞു നോക്കി കഴിയുമ്പോ ഇന്നലെ താനും ശരണം തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഇടയിലേക്ക് കയറി വന്ന ആ ഒരു ചെറുപ്പക്കാരനാണ്. അല്ല ബയ്യ എന്തായി നോക്കി നടക്കണേന്ന് ചോദിക്കാൻ. ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ എന്നാ കേറുവാ, എന്റെ കടയാ കാണുന്ന, കടയിലൊന്ന് കേറിട്ട് പോവാന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് ചോദിച്ചു, അല്ല ബയ്യയുടെ പേരെന്ന് ആര്യൻ എന്നല്ലേ പറഞ്ഞു നിൽക്കണം. അതെ ആര്യൻ, എന്റെ പേര് നന്ദൻ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എല്ലാരും വീട്ടിൽ എന്നെ വിളിക്കുന്ന മാധവൻ എന്നാന്ന് പറയാം. പിന്നീട് ചോദിച്ചു, അല്ല ബയ്യക്ക് കട ഇഷ്ടപ്പെട്ടോ? എന്തേലും കടയിൽ കയറിയതല്ലേ, എന്തേലും ഒരു സാധനം വാങ്ങിക്കാൻ പറയണം. പെട്ടെന്ന് ആര്യം പറഞ്ഞു, ഞാൻ എന്ത് വാങ്ങിക്കാനാന്ന് ചോദിക്കും. ഒരു കാര്യം ചെയ്യാം, അതെ കുറെ ലോക്കറ്റ് അങ്ങെടുത്ത് കാണിക്കുക, ഇതിനകത്ത് ഏതിലും ഇഷ്ടപ്പെട്ട ഒരെണ്ണം ബയ്യെ സെലക്ട് ചെയ്തോളം പറയാം. ലോക്കറ്റ് ഇതെന്തിനാ? അല്ല ഇനി കല്യാണം കഴിച്ച് കഴിയുമ്പം ഭാര്യയുടെ മാലയിലിട്ട് കൊടുക്കാലോ എന്ന് പറയാം. കല്യാണം കഴിക്കാനാ? ഞാനാ? ബെസ്റ്റ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന തന്നോട് ആരാ പറഞ്ഞ? കല്യാണം കഴിക്കൂലോ, അപ്പൊ ഇട്ട് കൊടുക്കാലോ എന്ന് പറയാ. അധികം പൈസ ഒന്നുമില്ലെന്നേ, ഒരു 100 രൂപയുടെ ചെലവല്ലേ ഉള്ളൂ, വാങ്ങിക്കാൻ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആരും പറഞ്ഞു, ഇത്രയും പറഞ്ഞല്ലേ വാങ്ങിച്ചേക്കാന്ന് ഓർത്തിട്ട് പിന്നീട് വാങ്ങിക്കണം. 500 രൂപ കൊടുത്തു. അയ്യോ ബാക്കിയില്ല തരാനായിട്ട്. ഒരു കാര്യം ചെയ്യാം, ബയ്യ ഇവിടെ നിൽക്കേ, ഞാൻ പോയി ബാലൻസ് വാങ്ങിക്കിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങുവാണ്. ഈ സമയത്താണ് ശരണിന്റെ ഭാര്യയും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ അവരെ രണ്ടുപേരും കൂടെ കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് നന്ദനം ചോദിച്ചു, അതെ 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടാവുമെന്ന് ചോദിക്കുക. ചേഞ്ച് ഉണ്ടെന്ന് പറയണ, അന്ന് തരാൻ പറയണ. അങ്ങനെ 400 രൂപ കൊടുത്തു. 400 അല്ല 500 രൂപ കൊടുത്തു. ചേഞ്ച് കൊടുത്തു കഴിഞ്ഞപ്പോ ബാലൻസ് 400 രൂപ അവന് കൊടുക്കുവാണ്, ആരിന് കൊടുക്കുവാണ്. പെട്ടെന്ന് ആരിനോട് പറഞ്ഞു, കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഏത് സമയത്ത് ആരുടെ സഹായം എപ്പോഴാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, പരസ്പരം വഴക്കടിക്കേണ്ട കാര്യമില്ല, എപ്പോഴാ ആരെ സഹായിക്കാൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ ചില്ലറ ഇല്ലാത്ത സമയത്ത് ഇയാളെ സഹായിച്ചില്ലേ ചോദിക്കുകയാണ്. ഇത് കേട്ടത് ശരണൊന്ന് ചിരിക്കുകയാണ്. പിന്നീട് ആരിനോട് ചോദിച്ചു, അല്ല ആര്യനല്ല ഇതിലെ പേര് പറഞ്ഞെന്ന് ചോദിക്കണം. അതെ ആര്യനാ. എന്നാ ബാ നമുക്ക് സംസാരിച്ച് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് ശരണൻ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം നന്ദനെ അതെല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്ന മിത്രയുടെ ഫോണിലേക്ക് മിഥുൻ കോൾ ചെയ്യുവാണ്. മിത്രയ്ക്ക് ആകപ്പാടെ ഒരു ടെൻഷൻ. പെട്ടെന്ന് പറഞ്ഞു, അതെ മിഥുനെ ഞാൻ പിന്നീട് വിളിക്കാം, ഇവിടെ എല്ലാരും ഉണ്ടെന്ന് പറയാം. ശരി എന്നാ നീ പിന്നെ വിളിച്ചാൽ മതി, പിന്നെ വിളിക്കണം, എനിക്ക് അർജന്റായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം. പിന്നീട് മിഥുൻ കോള് കട്ട് ചെയ്യണം. ഈ സമയത്ത് മീനാക്ഷി നേരെ ആകാശനെ വിളിക്കണം. ആകാശനെ വിളിച്ചിട്ട് പറഞ്ഞു, ആകാശനെ എന്ത് ചെയ്യുക? അതെ ഞാനിതേ കടയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഓഹോ, എനിക്കാണ് എന്തോ വല്ലാത്തൊരു സങ്കടം വരുമെന്ന് പറഞ്ഞു. അതെന്താ സങ്കടം? എനിക്ക് ആകാശേണ്ണ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ആകാശേണ്ണ അതുപോലെ തന്നെ എനിക്കും വല്ലാത്തൊരു സങ്കടം ഉണ്ടെന്ന് പറയാം. അതെ അത്രയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് മീനാക്ഷി ചോദിക്കാം. ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ ഇഷ്ടമാണോന്നോ അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. അത്രയ്ക്ക് ഇഷ്ടമെന്ന് പറയാം. അല്ല അമ്മ എന്തിയെ? അമ്മ എവിടെ ഉണ്ട്? നിങ്ങൾ ക്ഷേത്രത്തിൽ പോയില്ലേ? ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വന്നാന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു, എനിക്കെന്തോ ഇപ്പൊ നിന്നെ കാണാൻ തോന്നുമെന്ന് പറയാം. അതെ എനിക്കും അതുപോലെയൊക്കെ തന്നെയാ. എനിക്ക് ഒരു കാര്യം ചെയ്യാവോ, എനിക്കൊരു പാട്ട് പാടി തരാമെന്ന് ചോദിക്കുവേ. ഇപ്പൊ പാട്ട് പാടി തരാനോ? ഇപ്പോഴും ഇങ്ങനെ പാട്ട് പാടി തരുന്നേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് എന്തോ അന്ന് പാടിയ പോലെ തന്നെ ഒരു പാട്ട് പാടി തരാവോ പ്ലീസ് എന്ന് പറയണം. അവസാനം ആകാശം ശരി പാട്ട് പാടി തരാന്ന് പറഞ്ഞ് പാട്ട് പാടി കൊടുക്കുകയാണ്. അങ്ങനെ പാട്ട് പാടി ആകാശ് നേരെ ഹാളിലേക്ക് വന്നു. അനുസര അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അനുസരയുടെ കയ്യെ പിടിച്ചൊന്ന് വട്ടം ചുറ്റിച്ചു. ഈ ഏട്ടന് ഇത് എന്ത് പറ്റി? പിന്നീട് നേരെ ഡൈനിങ് റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ആനന്ദും ധർമ്മനും ബാലനൊക്കെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ പാട്ട് പാടി നേരെ ആനന്ദിന്റെ കയ്യിലൊന്ന് പിടിച്ചു. പിന്നീട് ധർമ്മന്റെ മുഖത്തൊക്കെ പോയി തൊട്ട് തലോടി. പിന്നീട് നേരെ ചെല്ലുന്ന ബാലന്റെ അരിയിലേക്കാണ്. ആ പാട്ട് പാടി ആ ഒരു ത്രില്ല്, മീനാക്ഷിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ത്രില്ലില് ആകാശ അച്ഛനാന്നുള്ള കാര്യം പോലും മറന്നുപോയി. പെട്ടെന്ന് പോയി അച്ഛന്റെ കയ്യേക്കൂടെ ഒന്ന് പിടിച്ചിട്ട് അച്ഛന്റെ ചുണ്ടത്തൊരു ഉമ്മ കൊടുക്കണം. പെട്ടെന്ന് ബാലൻ കഴിച്ചോണ്ടിരിക്കുക. ഇത് എന്താണ് നീ കാണിക്കണേന്ന് ചോദിച്ചു. പെട്ടെന്നാണ് ആകാശിന് ബോധം ഉണ്ടായത്. ആകാശ് അവിടെ നിന്ന് ഓടുവാണ്. പെട്ടെന്ന് ബാലൻ ശിവന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ആനന്ദ ധർമ്മനും കൂടെ പരസ്പരം നോക്കി ചിരിക്കണം. കാരണം അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. മീനാക്ഷിയാണ് ഫോൺ ചെയ്യുന്നുള്ള കാര്യം. അതൊക്കെ ഇനിയിപ്പൊ അച്ഛനോട് പറയാൻ പറ്റുമോ? അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചിരിക്കുകയാണ്. പിന്നീട് ആകാശ് നേരെ മുറിയിലേക്ക് എന്നിട്ട് പറഞ്ഞു, ഞാൻ ആകെ പെട്ടുപോയി, എന്ത് പറ്റി? ദൈവമേ, ഞാൻ നീയാന്ന് കരുതി അച്ഛനെ കയറി ഉമ്മ വെച്ചെന്ന് പറയാ. ഇത് കേട്ടപ്പോഴത്തേന് മീനാക്ഷി അവിടെ നിന്ന് ചിരിക്കുകയാണ്. അപ്പം ബാലൻ ചെയ്യുന്ന നേരെ മുറിയിലേക്ക് എന്നിട്ട് ഗോമതിനെ ഫോൺ ചെയ്യണം. ഗോമതിനെ ഫോൺ ചെയ്തിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഗോമതി പറഞ്ഞു, ഇവിടെ കുഴപ്പമൊന്നുമില്ല ബാലേട്ട. അല്ല അവിടെ എങ്ങനെയുണ്ട്? അവിടെ കല്യാണക്കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിക്കുക. ഇത് കേട്ട ബാലൻ പറഞ്ഞു, ഞാനൊന്നും നോക്കാൻ പോയില്ലെന്ന് പറയാം. അത് ബാലേട്ട
അത് സാരമില്ല കേട്ടോ, ബാലേട്ടൻ വിഷമിക്കൊന്നും വേണ്ടെന്നോണ്ട്. ഞാൻ എന്തിനാ വിഷമിക്കണേ? വിഷമമെല്ലാം നിനക്കല്ലാരും ചോദിക്കും. എനിക്ക് ഇവിടെ വന്നേ പിന്നെ സങ്കടമൊന്നും ഇല്ലാന്ന് പറയാം. പിന്നീട് ബാലൻ അവർക്ക് ഫുഡ് വിളമ്പി കൊടുത്ത കാര്യമെല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം കോമതി പറഞ്ഞു, അതെ ഞാൻ വന്നുകഴിയുമ്പോ എനിക്കും ബാലേട്ടൻ ഇങ്ങനെ ഫുഡൊക്കെ വിളമ്പി തരണമെന്ന് പറയാം. ശരിയെന്ന് പറയാം. അല്ല നീ വരുമ്പോ എന്നാ ഗുരുവായൂർ എനിക്ക് കൊണ്ടുവരുന്നേന്ന് ചോദിക്കാം. അതോ അത് ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ബാലേട്ടൻ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരുമെന്ന് പറയാം. അത് കൊണ്ടുവന്നാ മതി എന്ന് പറയാണ്. എന്നാ ശരി ഫോൺ വെക്കുവാന്ന് പറഞ്ഞ് ബാലൻ ഫോൺ വെക്കുകയാണ്. ഈ സമയം മീനാക്ഷിയോട് ആകാശ് ചോദിച്ചു, അല്ല എനിക്ക് എന്താ സർപ്രൈസ് കൊണ്ടുവരുന്നേ? അതൊക്കെ കൊണ്ടുവരും, ആകാശാണ് അവിടെ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. അതിനുശേഷം കാണിക്കുന്നേ ബാലിനിങ്ങനെ ആ പടം അസ്വസ്ഥനായിട്ട് സിറ്റ് ഔട്ടിലേക്ക് വരികയാണ്. ഒരു സമാധാനം കിട്ടുന്നില്ല. ഒരു പക്ഷേങ്കില് ഇപ്പം കൃഷ്ണമംഗലമായിട്ട് തങ്ങള് സ്വരച്ചേർച്ചയിലായിരുന്നെങ്കിൽ അവിടുത്തെ കല്യാണത്തിനെല്ലാം മുൻപന്തി നിന്നേനും. ഒരു പക്ഷേങ്കില് മിത്ര ഈ കുടുംബത്തിലേക്ക് വരേണ്ട പെൺകുട്ടിയായിരുന്നു. താനും ഗോമതിയെ കല്യാണം കഴിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. തനിക്ക് ഇത്ര വേദന ഉണ്ടെങ്കിൽ ഗോമതിക്ക് എത്രമാത്രം വിഷമം ഉണ്ടായിരിക്കും. ഒരു കണക്കിന് അവള് പോയാൽ നന്നായി. ഈ സമയം ആനന്ദ് അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താച്ചാ അച്ഛൻ എന്താ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ആലോചിക്കുന്നേ? ഒന്നുമില്ലാന്ന് പറയണം. എന്തുണ്ട് അച്ഛൻ, എന്താ വല്ല വിഷമം ഉണ്ടോന്ന് ചോദിക്കും. ഒരു കുഴപ്പമില്ല മോനെ, ഇങ്ങോട്ട് കയറി വന്നേന്ന് പറഞ്ഞ് ബാലിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ. അച്ഛൻ സങ്കടപ്പെടുവൊന്നും വേണ്ടെന്നേ. അറിയാലോ അച്ഛൻ അത് കാര്യമൊന്നും മൈൻഡ് ചെയ്യണ്ട, അവിടെ കല്യാണമൊക്കെ നടക്കട്ടെ. അമ്മ രക്ഷപ്പെട്ടു, അമ്മയ്ക്ക് ഒന്നും കാഴ്ചകളൊന്നും കാണേണ്ട വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ബാലിനെ സമാധാനിപ്പിച്ച് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് മിത്രയുടെ ഫോണിലേക്ക് മിഥുന്റെ കോള് വരുവാണ്. മിഥുൻ വിളിച്ചിട്ട് പറഞ്ഞു, അതെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയും. അത് മിഥുനെ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഞാൻ പിന്നീട് എന്നോട് പറഞ്ഞാൽ മതി, ഇപ്പൊ ഇവിടെ തിരക്കാ, എല്ലാരും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയെന്ന് പറയും. ഇങ്ങനെ എപ്പോഴും നീ ഇങ്ങനെ തന്നെ തിരക്കാന്ന് പറഞ്ഞ് എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം ഞാൻ എപ്പോഴാ പറയണേ? ഒരു കാര്യം ചെയ്യ, നീ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി മിഥുനെ, ഞാനത് കേട്ടോളാം എന്ന് പറയണേ. ശരിയെന്ന് പറഞ്ഞിട്ട് മിഥുൻ കോള് കിട്ടിയ. പിന്നീട് മിഥുൻ തന്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്. ഫ്രണ്ടിനെ വിളിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുന്നുണ്ട്. എന്താ ഏതാണെന്നും കാണിക്കുന്നില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാളത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ, നാളെ എല്ലാം ഓക്കെ ആയിരിക്കണം എന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ഈ സമയം മീനാക്ഷിയും അതോ ഗോമതിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് അവരോട് വരുവാണ്. അപ്പോഴാണ് ആര്യൻ ആ കടയിൽ ഇരിക്കുന്ന കണ്ടത്, നന്ദന്റെ കടയിൽ ഇരിക്കുന്ന കണ്ടേ. പെട്ടെന്ന് ചാഹ നീ ഇവിടെ കൂടി ആര്യെന്ന് ചോദിക്കുകയാണ്. ഈ സമയം നന്ദനെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ബാ കയറി വാ അമ്മയെന്ന് പറഞ്ഞ് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാണ്. കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയാണ് കൃഷ്ണന്റെ വിഗ്രഹമൊക്കെ കാണാനായിട്ട്. പിന്നീട് ആര്യനോട് ചോദിച്ചു, അല്ല നീ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലേ? ഞാൻ പൊക്കോളാം, അമ്മ പൊക്കോളാം പറയാണ്. ഈ സമയത്ത് നന്ദനം പറഞ്ഞതേ ഞാൻ ആര്യനൊരു ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതും മീനാക്ഷി ചല്ല ഞങ്ങൾക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വില കുറച്ച് തരുമെന്ന് ചോദിക്കണം. വില കുറച്ച് തരാനോ? വില കുറച്ചൊന്നും അവിടെ ആർക്കും കൊടുക്കൂലെന്ന് പെട്ടെന്ന് തന്നെ ആര്യം പറയാണ്. കാരണം കച്ചവടം എപ്പോഴും കച്ചവടം ആയിരിക്കണം എന്ന് പറയാ. ഇത് കേട്ടതും നന്ദനും ചിരിക്കുവാണ്. ഞാൻ കരുതി ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ചിലപ്പോ വില കുറച്ച് തരുമായിരിക്കും എന്നൊക്കെ. ഇത് കേട്ടതും നന്ദനം പറഞ്ഞു, ഞങ്ങളിപ്പോ ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യന്റെ തോളത്തേക്ക് ഞങ്ങളുടെ കൈയിടുകയാണ്. പെട്ടെന്ന് ആര്യനെ കൈ അങ്ങോട്ട് എടുത്ത് മാറ്റി. അത്രമാത്രം വലിയ ഫ്രണ്ട്സ് നമ്മൾ ആയിട്ടില്ലോ അല്ലേന്ന് പറയാണ്. ഈ സമയം മീനാക്ഷി പറഞ്ഞു, ദേ ആര്യ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവാം, നീ ഇങ്ങോട്ട് വരാൻ പറയാണ്. ഞാൻ വന്നേക്കാം എടുത്ത് ഞാൻ പൊക്കോളാൻ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നേ ബാലൻ ഇങ്ങനെ വല്ലാത്ത ടെൻഷനായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക. ബാലന് ഒരു സമാധാനം കിട്ടുന്നില്ല. ദൈവമേ പാവം ഗോമതി, അവള് താൻ കാരണമാണല്ലോ അവളിപ്പോ അവിടെ ഗുരുവായൂർ പോയി നിൽക്കുന്നത്. ഒരു പക്ഷേങ്കിൽ അവളെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് അവള് സന്തോഷത്തോടു കൂടിയിട്ട് കൃഷ്ണമംഗലത്ത് കാണേണ്ടതായിരുന്നു. ഈ സമയത്ത് കൃഷ്ണമംഗലത്തുള്ള എന്ത് ചെയ്യുക, അവൾ സ്വർണ്ണാഭരണങ്ങളെല്ലാം വരുന്നവരെയൊക്കെ എടുത്ത് കാണിക്കുകയാണ്, ബന്ധുക്കാരെയൊക്കെ, അനന്തനും അച്യുതനും എല്ലാരും കൂടെ കൂടിയിട്ട്. അവൻ പറഞ്ഞു, അതെ ഇനി കാണിക്കാനുള്ളവരെ കാണിച്ചിട്ട് എടുത്തു വെച്ചാൽ മതി അമ്മയെന്ന് പറയണം. ശരിയെന്ന് പറയണം. അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ല ദേവമംഗലത്ത് ബാലനെയും ഗോമതിനെയും ആരെയും വിളിച്ചില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ആനന്ദം പറഞ്ഞു, പിന്നെ അവരെ കല്യാണം വിളിക്കാൻ പോലും, അവരെ കല്യാണം വിളിക്കാതിരിക്കുന്നത് നല്ലത്. ഇന്നലെ തന്നെ കണ്ടില്ലേ ഈ ശ്യാം അവിടെ നിന്ന് കഴിയുമ്പോ ശ്യാമിനെ അടിക്കാൻ വന്നു പറയണേ. അടിക്കാന് എന്നെ അടിക്കാനൊന്നും വന്നില്ല എന്താട്ടെന്ന് പറയണം. ദേ വെറുതെ നീ പറയരുത്, നീ പിന്നെ സ്കൂട്ടിയെ ചാരി വന്നപ്പോഴോ? അതാണോ ആ കാര്യമാണോ? സ്കൂട്ടിയെ ചാരി വന്നപ്പം അതെ അദ്ദേഹം വന്ന് സ്കൂട്ടി എടുക്കാനായിട്ട് വന്നു. അപ്പൊ ഞാനൊരു സോറ് പറഞ്ഞു, കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങൾ മാറുകയും ചെയ്തു, അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് പറയാം. ഇതൊക്കെ ഇവൻ പറയുന്നതല്ലേ, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാലിനെ എങ്ങനെ കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ കല്യാണം മുടക്കാനേ ശ്രമിക്കുള്ളൂ. അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് ക്ഷണിക്കാത്തതെന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെങ്ങോട്ട് അവരുടെ മനസ്സൊക്കെ അങ്ങോട്ട് മാറ്റുകയാണ്. കാരണം ഇനിയിപ്പോ കല്യാണം വിളിക്കാത്തതിന്റെ പേരിൽ ഒരു കുറ്റം തങ്ങളുടെ മേരി വരില്ല. ആ ഒരു ചിന്ത മാത്രമായിരുന്നു അനന്തനും അച്യുതനും ഉണ്ടായിരുന്നത്. കാരണം ബാലന്റെ കുറ്റം കൊണ്ടാണ് ഈ കല്യാണത്തിന് വിളിക്കാത്തതെന്ന് ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം. നാട്ടുകാർക്കാണെങ്കിലും ശരി, വേറെ ബന്ധുക്കാർക്കാണെങ്കിലും ശരി.
ഈ സമയം ശ്യാം എന്ത് ചെയ്യാണ്, ഫോണും പിടിച്ചോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി വന്നപ്പം ബാലിനപ്പുറത്തെ വീടിന്റെ സിറ്റ് ഔട്ട് നിൽക്കുന്നുണ്ട്. ബാലിനെ കണ്ടത് അപ്പൊ ഞാഹാ അതെ ഇന്നലത്തെ ഇതിന് സോറി കേട്ടോ. അതെ ഞാൻ അങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമില്ല. ആ സമയത്ത് അനന്തേടനോ അച്യുതേടനോ അങ്ങോട്ട് വരുമെന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തെറ്റിന്റെ ഭാഗത്തല്ലേ, ഞാനല്ലേ സ്കൂട്ടിയെ ചാരി എന്നേന്ന് ചോദിക്കുക. പെട്ടെന്ന് ബാലൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണ. അല്ല പേരൊന്നും പറഞ്ഞില്ല, പേരെന്താന്ന് ബാലനോട് ചോദിക്കുക. ബാലൻ പെട്ടെന്ന് പറഞ്ഞു പേരിന്റെ ആവശ്യമൊന്നുമില്ല, പേരൊക്കെ ഇനി അറിയാൻ പോയിട്ടുണ്ടെങ്കിലേ അത് വല്ലാത്ത പ്രശ്നമാവെന്ന് പറയാണ്. അപ്പോഴാണ് അനന്തരം അച്യുതനും കൂടെ വരുന്നത്. എന്താടാ കാര്യം, എന്താ കാര്യം ചോദിക്കും. അല്ല ഞങ്ങൾ ചുമ്മാ ഒന്ന് പരിചയപ്പെട്ട്. അവനെ പരിചയപ്പെടാനാ? ദേ അവൻ നിന്നോട് എന്തെങ്കിലും വഴക്കുണ്ടാക്കാൻ വന്നോ? വഴക്കൊന്നും ഉണ്ടാക്കാൻ വന്നില്ല. എടാ ബാല ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ, അറിയാലോ. ഒന്നല്ല രണ്ട്, നിനക്ക് അതിന്റെ അസൂയും കുശുമ്പും ഒക്കെയാണ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിന്റെ വേലത്തരങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നേക്കല്ലേ, പറയുന്ന കേട്ടല്ലോ എന്ന് പറയണ. ഈ സമയത്ത് ആകാശം ആനന്ദം കൂടെ വരുന്നേ. എന്താ കാര്യം ചോദിക്കാണ്. ഒന്നുമില്ല. എടാ നിന്റെയൊക്കെ അച്ഛനുണ്ടല്ലോ ഭയങ്കര അസൂയും കുശുമ്പ, ഇവിടെ കല്യാണം നടക്കുന്നതിൻ്റെതായ. പക്ഷേങ്കില് നിന്റെ അച്ഛൻ എന്തേലും പരിപാടി ചെയ്ത് കല്യാണം മുടക്കാൻ നോക്കിയാണ്ടല്ലോ, വെറുതെ ഞങ്ങൾ വിടത്തില്ലെന്ന് പറയാം. പെട്ടെന്ന് ബാലിന്റെ നിയന്ത്രണം അങ്ങോട്ടു. ബാലൻ പറഞ്ഞു അതെ കല്യാണം മുടക്കാനായിട്ട് അത്രമാത്രം വിഡ്ഢിയൊന്നും അല്ല ഞാനെന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു കല്യാണം മുടക്കുന്ന ആരുടെയാന്ന് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയ അപ്പൊ അറിയാന്ന് പറയാണ്. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കാനായിട്ട് പറയാണ്. അച്യുതനെ അനന്തന്റെ മുഖം അങ്ങോട്ട് താണു. ഈ സമയം ആകാശം ആണെന്ന് പറഞ്ഞു അച്ഛാ ഇതങ്ങനെ വിട്ടാ പറ്റില്ല, രണ്ടെണ്ണം ചെന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറയണം. പെട്ടെന്ന് ആകാശന്റെ കയ്യിലേക്ക് കയറി പിടിച്ചു ബാല. എന്നിട്ട് പറഞ്ഞു വേണ്ട മോനെ, അവിടെ ഒരു പെൺകുട്ടിയുടെ മംഗളകർമ്മം നടത്തുക, ആ സമയത്ത് നമ്മളൊന്നും മുടക്കിക്കൂടാ, അത്ര വലിയ പാവം വേറൊന്നുമില്ല. കല്യാണമല്ലേ അത് നടക്കട്ടെ, കുടുംബങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും എന്നും പറഞ്ഞിട്ട് ഒരു കാരണവശാലും നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയണം. ബാ നിങ്ങൾ കയറി വന്ന് ഭാഗത്തേക്ക് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. ഈ സമയം ശ്യാമ പറഞ്ഞു കണ്ടില്ലേ എന്ത് മാന്യതയോടാ അദ്ദേഹം സംസാരിച്ചെന്ന് പറയാം. ഇത് കേട്ടതും ബാലന്റെ അല്ല അച്യുതന്റെ അനന്തന്റെ മുഖം കൂടെ താണു. ഈ സമയം മിത്ര വല്ലാത്ത ടെൻഷനിലായിരുന്നു. മിത്രയുടെ ഫോണിലേക്ക് അപ്പോഴാണ് മിഥുന്റെ മെസ്സേജ് വന്നത്. മിത്ര പെട്ടെന്ന് ആ മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കണം. അതെ ഇന്ന് രാത്രി ഞാൻ അവിടെ വരും, നീ റെഡി ആയിട്ടിരിക്കണം. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒന്നിനും ആരും അറിയാൻ പാടില്ല എന്ന് പറയാണ്. അതുകൊണ്ട് രാത്രി തന്നെ റെഡി ആയിട്ടിരിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും മിത്രയ്ക്ക് ടെൻഷൻ. ദൈവമേ രാത്രി കൂട്ടിക്കൊണ്ട് വരാൻ വരുമെന്ന് എന്ത് ചെയ്യും? ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഇതിനെക്കുറിച്ച് ഓർത്ത് ഇനി അവന്റെ കൂടെ ഇറങ്ങി പോണോ? അതോടൊപ്പം തന്നെ ആര്യം പറഞ്ഞ വാക്കുകൾ ഓർത്തു. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ആ ഫ്രോഡിനെ വിളിച്ചോണ്ടിരിക്കുന്ന എനിക്കറിയാം, പക്ഷെ എങ്കിലേ അവൻ പക്കാ ഫ്രോഡാ. അത് ഇന്നല്ലെങ്കിൽ നാളെ നീ അറിയും. അവനെങ്ങാനും നീ കല്യാണം കഴിച്ചിട്ടുണ്ട് നിന്റെ ജീവിതം തീർന്നു എന്ന ആര്യന്റെ വാക്കുകൾ പെട്ടെന്ന് മിത്രയുടെ മനസ്സിലേക്ക് വരുവാണ്. മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മിത്ര നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.